നബി വാക്യം. ഒരു ശിഷ്യൻ നബിയോട് ചോദിച്ചു, ഏറ്റവും നല്ല ബന്ധവും സഹവാസവും ആരോടാണ് വേണ്ടത്? അപ്പോൾ നബി പറഞ്ഞു, നിൻ്റെ മാതാവിനോട്. പിന്നെ ആരുമായിട്ടാണ്? അപ്പോൾ നബി പറഞ്ഞു, നിൻ്റെ മാതാവിനോട്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, പിന്നെ ആരുമായിട്ടാണ്? അപ്പോൾ നബി പറഞ്ഞു, നിൻ്റെ മാതാവിനോട്. പിന്നെ ആരുമായിട്ടാണ്? നബി പറഞ്ഞു, നിൻ്റെ പിതാവിനോട്. വിശുദ്ധ ഖുർആനിൽ പ്രകാരം പറയുന്നുണ്ട്, സാക്ഷാൽ ദൈവത്തെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിൻ്റെ നാഥൻ വിധിച്ചിരിക്കുന്നു. അവരിൽ ആരെങ്കിലും അല്ലെങ്കിൽ അവർ ഇരുവരും തന്നെയോ വാർദ്ധക്യാവസ്ഥയിൽ നിൻ്റെ സമീപത്തുണ്ടെങ്കിൽ അവരോട് ഛേ എന്ന് പോലും പറയുകയോ കയർത്ത് സംസാരിക്കുകയോ ചെയ്യരുത്. ആദരപൂർണമായ വാക്കുകൾ പറയുകയും കാരുണ്യപൂർവ്വം വിനയത്തിൻ്റെ ചിറകുകൾ അവരിരുവർക്കും താഴ്ത്തി കൊടുക്കുകയും ഇങ്ങനെ പ്രാർത്ഥിക്കുകയും വേണം. നിങ്ങളുടെ നാഥ, ഇവരിരുവരും എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ ഇവരിൽ നീ കാരുണ്യം ചൊരിയണമേ. പ്രസിദ്ധ പണ്ഡിതനായ സമർഖശി പറയുകയാണ്, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക എന്നതും അവരെക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കാതിരിക്കുക, അതേപോലെ ദേഷ്യത്തോടെ അവരിലേക്ക് നോക്കാതിരിക്കുക, ഇതൊക്കെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിൽ പെട്ടതാണ്. ഒരു ദൈവവിശ്വാസിയായ മനുഷ്യൻ അവൻ്റെ മാതാപിതാക്കളെ വേണ്ട വിധം സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അവൻ ദൈവത്തിന് ചെയ്യുന്ന ആരാധനയിലാണ് വീഴ്ച വരുത്തുന്നത്. കാരണം മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിനുള്ള ആരാധനയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.